ഒരു ട്രെയിൻ, ബോഗി നിറയെ പണം, 17 കള്ളന്മാർ, കൃത്യമായ പ്ലാനിംഗ്, ഒരിടത്തു പോലും പാളാത്ത എക്സിക്യൂഷൻ, വലിയ ബഹളങ്ങളില്ല, ആരെയും ഭീഷണിപ്പെടുത്തിയിട്ടുമില്ല. ട്രെയിൻ ഉൾപ്പെടെ അടിച്ചു മാറ്റിയ ലോകത്തിലെ ഏറ്റവും വലിയ ട്രെയിൻ റോബറിയുടെ പ്രൊഫഷണൽ കള്ളന്മാരുടെ സിനിമയെ വെല്ലുന്ന ജീവിതകഥ 2017 നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ചെയ്ത മണി ഹൈസ്റ്റ്. പ്രൊഫസർ എന്ന് വിളിക്കുന്ന ഒരു മനുഷ്യനും തന്റെ കൂട്ടാളികളും ചേർന്ന് കൃത്യമായ പ്ലാനിങ്ങോടെ ദ റോയൽ മിന്റ് ഓഫ് സ്പെയിനിൽ നിന്നും ബില്യൺസ് ഓഫ് യൂറോസ് മോഷ്ടിച്ചെടുത്ത കഥ പറയുന്ന ഒരു TV സീരീസ്. അത് കാണാത്തവരായി നമ്മളിൽ ആരും ഉണ്ടാവില്ല. എന്നാൽ സിനിമയാണെങ്കിലും അല്ലെങ്കിൽ ഒരു യഥാർത്ഥ സംഭവമാണെങ്കിലും വലിയൊരു മോഷണത്തിന്റെ അവിഭാജ്യ ഘടകങ്ങളായി പലപ്പോഴും നമ്മൾ കാണുന്നത് ഒന്നുകിൽ മണി ഹൈസ്റ്റിൽ കണ്ടതുപോലെ കുറെ ആളുകളെ ഹോസ്റ്റേജ് ആക്കി വെക്കുന്നതോ, അല്ലെങ്കിൽ തോക്കോ മറ്റ് ആയുധങ്ങളോ കാണിച്ച് ഭീഷണിപ്പെടുത്തുന്നതോ, അല്ലെങ്കിൽ ഒരു സംഘടന തന്നെ നടത്തുന്നതോ ആയിരിക്കാം. എന്നാൽ ഇതൊന്നും കൂടാതെ വലിയ ബഹളങ്ങളൊന്നും ഉണ്ടാക്കാതെ പ്ലാനിങ്ങിന്റെ ബലത്തിൽ മാത്രം ഒരു ട്രെയിൻ നിറയെ പണം മോഷ്ടിച്ചെടുത്ത മണി ഹൈസ്റ്റിലെ പ്രൊഫസറെയും കൂട്ടാളികളെയും പോലെ ഒരു കൂട്ടം മോഷ്ടാക്കളുടെ കഥ കേട്ടിട്ടുണ്ടോ? പിൽക്കാലത്ത് 2 ത്രില്ലിംഗ് TV സീരീസുകൾക്ക് ആസ്പദമായ ഈ സംഭവം നടക്കുന്നത് 1963 ബ്രിട്ടനിലാണ്. 7 മിനിറ്റ് സ്റ്റോറിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. വർഷം 1963 ഓഗസ്റ്റ് 8 ഒരു വ്യാഴാഴ്ച യൂറോപ്പിന്റെ ശാലീന സുന്ദരമായ ഗ്രാമപ്രദേശങ്ങളിലൂടെ കൂകി പാഞ്ഞു പോകുന്ന റോയൽ മെയിലിന്റെ ഒരു ഗുഡ്സ് തീവണ്ടി സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോവിൽ നിന്നും ലണ്ടനിലേക്കാണ് യാത്ര. എഞ്ചിൻ കമ്പാർട്ട്മെന്റിൽ ട്രെയിൻ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് ലോക്കോ പൈലറ്റ് ജാക്ക് മിൽസ്. പതിവിനും വിപരീതമായി അല്പം ഉത്കണ്ഠയോട് കൂടിയാണ് മിൽസ് ഇന്ന് എഞ്ചിൻ കമ്പാർട്ട്മെന്റിൽ ആയിരിക്കുന്നത്. കാരണം താൻ ഓടിച്ചുകൊണ്ട് പോകുന്ന എഞ്ചിന് പിറകിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഗുഡ്സ് കമ്പാർട്ട്മെന്റുകളിൽ ഇന്നുള്ളത് അല്പം പ്രത്യേകതകൾ നിറഞ്ഞ ഗുഡ്സ് ആണ്. വെളുപ്പിന് 3 മണി സമയം ട്രെയിൻ ബ്രിട്ടനിലെ ഒരു ഗ്രാമപ്രദേശത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ബ്രിഡേഗോ റെയിൽവേ ബ്രിഡ്ജിന് അരികിലെത്തിയിരിക്കുന്നു. സാധാരണ വെളുപ്പിന് ഈ സമയത്ത് വലിയ തിരക്കൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ റെഡ് സിഗ്നൽ ഒന്നും ലഭിക്കാറില്ല. എന്നാൽ എഞ്ചിൻ റൂമിൽ നിന്നും പുറത്തേക്ക് നോക്കുന്ന മിൽസ് കാണുന്നത് പതിവിനും വിപരീതമായി റെഡ് ലൈറ്റ് കത്തി നിൽക്കുന്നതാണ്. പതുക്കെ വേഗത കുറച്ച് ട്രെയിൻ നിർത്തിയതിനു ശേഷം എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ പുറത്തേക്ക് നോക്കി നിൽക്കുന്ന മിൽസ് എന്തോ ഒരു അനക്കം കേട്ട് തിരിഞ്ഞു നോക്കുന്നതും ഇരുമ്പ് കമ്പി പോലെ എന്തോ കൊണ്ട് തലയ്ക്കടിയേൽക്കുന്നതും ഒരുമിച്ചായിരുന്നു. പിന്നീട് ആശുപത്രി കിടക്കയിൽ കിടന്ന് ബോധം തെളിയുന്ന ജാക്ക് മിൽസ് ആദ്യം കേൾക്കുന്നത് തന്റെ ഗുഡ്സ് ട്രെയിനിൽ ഉണ്ടായിരുന്ന 2.5 മില്യണോളം യൂറോ കുറെ മോഷ്ടാക്കൾ ചേർന്ന് തട്ടിയെടുത്ത കഥയാണ്. റോയൽ മെയിലിൽ ജോലി ചെയ്തിരുന്ന ഇതുവരെയും കൃത്യമായി തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ലാത്ത ഒരു സെക്യൂരിറ്റി ഓഫീസറിൽ നിന്നും ലണ്ടനിലുള്ള ഗാർഡൻ ഗൂഡി, ബസ്റ്റർ എഡ്വേർഡ് എന്നീ 2 കള്ളന്മാർക്ക് ചോർന്നു കിട്ടിയ ഒരു രഹസ്യ വിവരമാണ് ദി ഗ്രേറ്റ് ട്രെയിൻ റോബറിയുടെ തുടക്കം. ഗൂഡിയും എഡ്വേർഡും ബ്രൂസ് റൈനോൾഡ്സ് എന്ന മറ്റൊരു തസ്കര വീരനെ ഈ വിവരം അറിയിക്കുന്നു. മണി ഹൈസ്റ്റ് സീരീസിലെ പ്രൊഫസറെ പോലെ റൈനോൾഡ്സ് ആണ് ഈ കഥയിലെ മാസ്റ്റർ മൈൻഡ്. റൈനോൾഡ്സും കൂട്ടാളികളും ഒരുപാട് മോഷണങ്ങൾ നടത്തി അതെല്ലാം വിജയിപ്പിച്ചെടുത്തതിന്റെ അനുഭവജ്ഞാനം ഉണ്ടെങ്കിലും ഒരു ട്രെയിൻ തടഞ്ഞു നിർത്തി അതിൽ നിന്നും പണം അപഹരിക്കുന്ന പരിപാടി ഇതുവരെ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ സഹായത്തിനായി ലണ്ടനിലുള്ള സൗത്ത് കോസ്റ്റ് റൈഡേഴ്സ് എന്ന ട്രെയിൻ റോബറിയിൽ പരിചയമുള്ള മറ്റൊരു ഗ്യാങ്ങിനെ സമീപിക്കുന്നു. ഈ 2 ഗ്യാങ്ങുകളും ചേർന്ന് മാസങ്ങളോളം സമയമെടുത്ത് കൃത്യമായ ഒരു പ്ലാൻ തയ്യാറാക്കുന്നു. പ്ലാനിന്റെ ഭാഗമായി റിട്ടയർഡ് ആയ ഒരു ലോക്കോ പൈലറ്റിനെ കൂടി അവർ ഗ്യാങ്ങിൽ ഉൾപ്പെടുത്തുന്നു. പോപ്പ് എന്ന ഇരട്ടപ്പേരിൽ അറിയപ്പെട്ട ഇയാളെ തിരിച്ചറിയാനോ പിടികൂടാനോ സാധിച്ചില്ല. 17 പേരാണ് മൊത്തം ഗ്യാങ്ങിൽ ഉണ്ടായിരുന്നത്. ഗ്യാങ്ങിൽ ഉണ്ടായിരുന്ന ഓരോരുത്തർക്കും കൃത്യമായ ഉത്തരവാദിത്തങ്ങൾ നിഷ്കർഷിച്ചിട്ടുണ്ടായിരുന്നു. ഇൻഫർമേഷൻസ് കൃത്യമായി പാസ് ചെയ്യുന്ന കീ ഇൻഫോർമൻസ്, സിഗ്നൽ സംവിധാനം താറുമാറാക്കാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്ന ട്രെയിൻ സ്റ്റോപ്പർ ആൻഡ് ഇലക്ട്രോണിക് എക്സ്പേർട്ട്, ട്രെയിൻ ഡ്രൈവർ, ലോക്കോ പൈലറ്റിനെ ആക്രമിച്ച് കീഴ്പ്പെടുത്താനും മറ്റു ജോലിക്കാരെ ഭീഷണിപ്പെടുത്താനുമായുള്ള ബോക്സർമാർ, പണമല്ലാതെ മറ്റു ചരക്കുകൾ ലോഡ് ചെയ്തിരിക്കുന്ന ബോഗികൾ അഴിച്ചു മാറ്റാനായി ഉത്തരവാദിത്തപ്പെട്ടിരിക്കുന്ന അൺകപ്ലേഴ്സ്, പണം നിറച്ചിരിക്കുന്ന ബാഗുകൾ പെട്ടെന്ന് തന്നെ ട്രെയിനിൽ നിന്നും പുറത്തിറക്കുവാനുള്ള ട്രഷർ ഓർഗനൈസേഴ്സ്, അങ്ങനെ തുടങ്ങി യാതൊരു കൺഫ്യൂഷൻസിനും ഇട നൽകാതെ ഓരോരുത്തരും ചെയ്യേണ്ട കാര്യങ്ങൾ മുൻകൂട്ടി തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ മോഷണം നടത്താൻ പ്ലാൻ ചെയ്തിരിക്കുന്ന ദിവസം വന്നെത്തുന്നു. വെളുപ്പിന് 3 മണി സമയം ബ്രിഡേഗോ റെയിൽവേ ബ്രിഡ്ജിന് 1-2 മൈലുകൾക്ക് മുൻപേ സ്ഥിതി ചെയ്യുന്ന റെയിൽവേ സിഗ്നൽ മുൻകൂട്ടി പ്ലാൻ ചെയ്തിരിക്കുന്നത് പോലെ തന്നെ സിഗ്നൽ സംവിധാനം താറുമാറാക്കി സിഗ്നലിൽ റെഡ് ലൈറ്റ് കത്തിക്കുന്നു. സിഗ്നൽ കണ്ട് നിർത്തുന്ന ട്രെയിനിലേക്ക് മോഷ്ടാക്കൾ ഇരച്ചു കയറുന്നു. അതിൽ ഒരാൾ ലോക്കോ പൈലറ്റ് ആയിട്ടുള്ള ജാക്ക് മിൽസിനെ ഇരുമ്പ് വടികൊണ്ട് തലക്കടിച്ച് കീഴ്പ്പെടുത്തുന്നു. എഞ്ചിനോട് ചേർന്നുള്ള 2 ബോഗികളിലാണ് പണം നിറച്ചിരിക്കുന്നത്.
മറ്റു ബോഗികൾ അൺകപ്ലേഴ്സ് എന്നറിയപ്പെടുന്നവർ ട്രെയിനിൽ നിന്നും അഴിച്ചു മാറ്റുന്നു. അതിനുശേഷം ഗ്യാങ്ങിലുള്ള റിട്ടയർഡ് ലോക്കോ പൈലറ്റ് ട്രെയിൻ പതുക്കെ മുന്നോട്ട് നീക്കുന്നു. ബ്രിഡേഗോ റെയിൽവേ ബ്രിഡ്ജിന് മുകളിൽ എത്തുമ്പോൾ പതുക്കെ ട്രെയിൻ നിർത്തുകയും അവിടെ കാത്തു നിൽക്കുകയായിരുന്ന ട്രഷർ ഓർഗനൈസേഴ്സ് എന്നറിയപ്പെടുന്ന ഗ്യാങ്ങിലുള്ള മറ്റുള്ളവർ ട്രെയിനിൽ നിന്നും ഏകദേശം 20 മിനിറ്റുകൾക്കുള്ളിൽ തന്നെ മുഴുവൻ പണവും മറ്റൊരു വാഹനത്തിലേക്ക് മാറ്റുകയും ഗ്യാങ്ങിലുള്ള എല്ലാവരും ഒരുമിച്ച് അവിടെ നിന്ന് കടന്നു കളയുകയും ചെയ്യുന്നു. പിറ്റേ ദിവസം ഇറങ്ങിയ പത്രങ്ങളിലെല്ലാം തലക്കെട്ട് ദ ഗ്രേറ്റ് ട്രെയിൻ റോബറിയെ കുറിച്ചായിരുന്നു. ബ്രിട്ടനെ പിടിച്ചു കുലുക്കിയ ഈ സംഭവത്തിൽ ഉടനെ തന്നെ അന്വേഷണം പ്രഖ്യാപിക്കുകയുണ്ടായി. അന്വേഷണത്തിന് ഒടുവിൽ ഈ റോബറിയിൽ പങ്കെടുത്ത 17 പേരിൽ ഗ്യാങ് ലീഡർ ആയിട്ടുള്ള ബ്രൂസ് റൈനോൾഡ്സ് ഉൾപ്പെടെ 12 പേരെ പിടികൂടുകയുണ്ടായി. എന്നാൽ ഇവർ മോഷ്ടിച്ചെടുത്ത പണം പൂർണ്ണമായൊന്നും കണ്ടെടുക്കാൻ സാധിച്ചില്ല. മോഷണത്തിന് ശേഷം തന്റെ പങ്കുമായി കുടുംബസമേതം മെക്സിക്കോയിലേക്ക് കടന്നു കളഞ്ഞ ബ്രൂസ് റൈനോൾഡ്സ് അവിടെ ആ പണമെല്ലാം ദൂർത്തടിച്ച് ഒരു ആഡംബര ജീവിതമാണ് നയിച്ചത്. അങ്ങനെ പണമെല്ലാം തീർന്നു കഴിഞ്ഞപ്പോൾ അയാളും കുടുംബവും ഒരു കള്ളപ്പേരിൽ കാനഡയിലേക്കും അവിടെ നിന്ന് ഫ്രാൻസിലേക്കും ചേക്കേറി. പിന്നീട് മറ്റൊരു മോഷണത്തിനായി UK വന്ന റൈനോൾഡ്സ് പോലീസിന്റെ വലയിൽ അകപ്പെടുകയായിരുന്നു. 25 കൊല്ലമാണ് പിന്നീട് അയാൾക്ക് ജയിലിൽ കഴിയേണ്ടി വന്നത്. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ലോക്കോ പൈലറ്റ് ജാക്ക് മിൽസ് പിന്നീടുള്ള തന്റെ ജീവിതകാലം മുഴുവനും ഈ ഒരു സംഭവത്തിന്റെ മെന്റൽ ട്രോമ അനുഭവിക്കുകയുണ്ടായി. 1970 ലുക്കീമിയ ബാധിച്ചാണ് അദ്ദേഹം മരണപ്പെട്ടത്. അദ്ദേഹത്തിന്റെ ബഹുമാനാർത്ഥം ലണ്ടനിലെ ക്രൂ എന്ന പ്രദേശത്ത് ഒരു റോഡിന് 2015 ജാക്ക് മിൽസ് വേ എന്ന് പേരിടുകയുണ്ടായി. മറ്റൊരു ചരിത്ര കഥയുമായി 7 Minutes സ്റ്റോറിയിൽ അടുത്ത ആഴ്ച കാണാം. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് കമന്റ്.